ഈ മാർക്കപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പലരുടെയും മൊബൈലിലേക്ക് ഒരു ലാസ്റ്റ് 2 ആഴ്ചയിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും, അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് RC എന്ന് പറയും. ഈ ഒരു മൊബൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓൾ ലൈസൻസ് ഹോൾഡേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു ആഡ് ഓർ അപ്ഡേറ്റ് ഓർ കൺഫേം their മൊബൈൽ നമ്പേഴ്സ് ഫോർ their ഡ്രൈവിംഗ് ലൈസൻസ് ത്രൂ ആധാർ authentication പ്രോസസ്. പ്ലീസ് വിസിറ്റ് ദ പോർട്ടൽ parivahan.gov.in ആൻഡ് കംപ്ലീറ്റ് ദ പ്രോസസ് ഇൻ ഓൺലൈൻ. നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആ പ്രൊസീജിയറിന്റെ മെത്തേഡ് എങ്ങനെയാണ്, നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആണ് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് ക്രോമിനകത്ത് പരിവാഹൻ എന്നടിക്കുക. പരിവാഹൻ എന്നടിച്ചതിന് ശേഷം പരിവാഹൻ gov.in എന്ന സൈറ്റിലേക്ക് ഓപ്പൺ ആവും. ഈ സൈറ്റിലേക്ക് നിങ്ങൾ ഓപ്പൺ ആവുന്ന സമയത്ത് സൈറ്റിലേക്ക് ദ സെയിം മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സ് ആൻഡ് രജിസ്റ്റേർഡ് വെഹിക്കിൾ ഓണേഴ്സ് ആർ അർജന്റ് ടു എൻഷുർ ദാറ്റ് മൊബൈൽ നമ്പർ ഇറ്റ് ബി അപ്ഡേറ്റഡ് ഇൻ വാഹൻ ആൻഡ് സാരഥി പോർട്ടൽ. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് വാഹൻ പോർട്ടലിലും അതുപോലെ തന്നെ സാരഥി പോർട്ടലിലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസും വെഹിക്കിളിന്റെ RC ഓണേഴ്സ് അതിന്റെ RC നമ്പറുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ വാഹൻ സെലക്ട് ചെയ്തതിന് ശേഷം വാഹൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണ് ഫസ്റ്റ് സാരഥി ചെയ്ത് നോക്കാം. സാരഥി ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അടിച്ചു കൊടുക്കാം. സോ ബേസിക്കലി അത് 15 അക്കമാണ് വരുന്നത്. നിങ്ങൾക്ക് 15 അക്കം വരുന്നില്ല എങ്കിൽ അവസാനം എത്ര അക്കം മിച്ചമായിട്ട് വരുന്നുണ്ട് അത് 0 നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അവസാനത്തെ ട്രാൻസാക്ഷൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം 2 വീലർ ലൈസൻസ് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു, പിന്നെ കേരളത്തിൽ നിന്ന് 4 വീലർ എടുത്തു, അങ്ങനെയാണെങ്കിൽ കേരള സെലക്ട് ചെയ്യണം. നേരെ തിരിച്ചാണെങ്കിൽ തമിഴ്നാട് സെലക്ട് ചെയ്യണം. അവസാനത്തെ ട്രാൻസാക്ഷൻ എവിടെയാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്യാപ്ച കൂടി തന്നിരിക്കുന്ന ക്യാപ്ച കൂടി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച അതേപടി നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുക്കുക. ക്യാപ്ച അതേപടി കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആധാർ നമ്പർ ഓർ വിർച്വൽ ID എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ആധാർ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജനറേറ്റ് OTP എന്ന് വരും. ബേസിക്കലി നിങ്ങൾ ആധാർ നമ്പറുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒരു OTP വരിക. നിങ്ങൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ബോക്സുകൾ ടിക്ക് ചെയ്യുക. ബോക്സുകൾ ടിക്ക് ചെയ്ത ശേഷം ഒതന്റിക്കേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഒതന്റിക്കേറ്റ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലുകൾ മുഴുവൻ ആധാറിൽ നിന്ന് ഫെച്ച് ചെയ്ത പേഴ്സണൽ ഡീറ്റെയിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം പ്രൊസീഡ് പോവുക. പ്രൊസീഡ് പോകുമ്പോൾ നിങ്ങളുടെ ലൈസൻസ് നെയിം, നിങ്ങളുടെ അച്ഛനല്ല അമ്മയുടെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേര്, ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറയും. നിങ്ങൾ ഓൾറെഡി ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മൊബൈലിലേക്ക് വീണ്ടും വാഹൻ വെബ്സൈറ്റിൽ നിന്ന് ഒരു OTP കൂടി വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈ കൊടുക്കുക. പ്രൊസീഡ് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ. ഈ ലൈസൻസ് നമ്പർ ഈ പറയപ്പെടുന്ന മൊബൈൽ നമ്പറുമായിട്ട് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ വാഹൻ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ സോ നമ്മൾ നേരെ വാഹൻ വെബ്സൈറ്റിൽ വരുന്നു. സോ വാഹൻ വെബ്സൈറ്റിലേക്ക് വരിക. നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ, ചേസിസ് നമ്പർ, എഞ്ചിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് എന്നിവരെയാണ് ആ ഡേറ്റ്, അതുപോലെ ക്യാപ്ചയും കൊടുത്ത് വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ ഇതൊരു പുതിയൊരു പേജിലേക്ക് പോകും. ആ പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.